കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് ഷാദി നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ അവിടുത്തെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ്. ആ സമയത്താണ് ഉമ്മ ഷാദിയോടായിട്ട് പറഞ്ഞത്, നീ ഒരു ഗ്ലാസ് കോഫി ജാസിക്ക് കൊണ്ടുകൂടാ, അവന് നിർബന്ധമാണ് എഴുന്നേൽക്കുമ്പോൾ തന്നെ കോഫി കുടിക്കുന്നതെന്ന്. ഉമ്മ അതും പറഞ്ഞ് നേരെ അകത്തോട്ട് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഷാദി അകത്തോട്ട് വരുന്നതൊന്നും ഞാൻ കണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജാസിക്ക വരുന്നുണ്ട്. എൻ്റെ കോഫി കിട്ടിയില്ല ഉമ്മ, എന്താ ഇന്ന് കോഫി തരാഞ്ഞതെന്നും ചോദിച്ചിട്ട്. എന്നെ ജാസിക്ക കണ്ടിട്ടില്ല, ഉമ്മാനോടായിട്ട് ഒച്ചത്തിൽ ചോദിക്കുകയാണ്. അത് കേട്ട് അകത്തു നിന്ന് ഉമ്മ വന്ന് പറഞ്ഞു, നിനക്കുള്ള കോഫി ഞാൻ ഷാദിയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാണല്ലോ, അവൾ കൊണ്ടു തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പഴയ കാലം ഓർത്തത്. ജാസിക്ക എപ്പോഴും പറയുമായിരുന്നു ജാസിക്കയുടെ സങ്കല്പത്തിലുള്ള ഭാര്യയെക്കുറിച്ചിട്ട്. എൻ്റെ ഭാര്യ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കുളിച്ചൊരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് എൻ്റെ അരികിൽ ഒരു ഗ്ലാസ് കോഫിയുമായിട്ട് വരുന്ന് എന്നെ വിളിച്ചു നിർത്തുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാനതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നപ്പോഴാണ് ജാബിയുടെ കമൻറ്റ് വന്നത്. ഇങ്ങനെ പല ശീലങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ശീലങ്ങൾ വിവാഹശേഷം മാറിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴേ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ സംഭവിച്ചത്. എനിക്ക് രാവിലെ എഴുന്നേറ്റുള്ള കോഫി കുടി ഇങ്ങനൊന്നും ശീലമേ ഇല്ലാത്തതാണ്. എനിക്കതൊട്ടും ഇഷ്ടവുമില്ല. പക്ഷേ ആരുടെ ഇഷ്ടമനുസരിച്ചിട്ടാണാവും എനിക്കൊരു ഗ്ലാസ് കോഫി ഏതായാലും കിട്ടി. ആ കാര്യത്തിൽ എന്തായാലും എൻ്റെ ഭാര്യ സൂപ്പറാണ് കേട്ടോ. എന്തൊക്കെ ഇക്കാക്ക് കിട്ടിയില്ലേ, ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ തന്നെ പറയേണ്ടതല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ നിർബന്ധമാണ്, രാവിലെ എഴുന്നേറ്റത് കൂടാതെ തന്നെ എനിക്ക് കോഫി കൊണ്ടുതരണം. എങ്കിലും ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ അലറി വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് കോഫി എത്തി. എനിക്കാണെങ്കിൽ അതൊട്ടും ശീലവുമില്ല. പക്ഷെ എൻ്റെ ഭാര്യ അത് കണ്ടറിഞ്ഞ് ചെയ്തു. എന്ത് ചെയ്യാലേ, ഓരോരുത്തരുടെ ഓരോ വിധിയേ. ജാബി ജാസിക്കിട്ടൊരു കൊട്ട് കൊടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ജാബിക്ക് ഇങ്ങനെ ഒരു ശീലമില്ല എന്നുള്ളത്. കാരണം ഇന്നലെ ഞങ്ങൾ ഇതൊന്നും സംസാരിച്ചിട്ടില്ല. ജാബിയുടെ ഇഷ്ടം എന്തെന്നോ ഇഷ്ടക്കേടെന്തെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ജാസിക്ക പറഞ്ഞ് അങ്ങനത്തെ ഒരു ഭാര്യയാവാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ സങ്കല്പിച്ചത്, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇങ്ങനൊരു ഭാര്യയായിരുന്നു. രാവിലെ എഴുന്നേറ്റുടനെ തന്നെ ഭർത്താവിനൊരു ഗ്ലാസ് കോഫിയൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഭാര്യ. ഇങ്ങനെ ആവണമെന്നായിരുന്നു ജാസിക്ക എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അല്ല എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാം കോഫി എന്നും പറഞ്ഞു ഉമ്മ കോഫി എടുക്കാനായിട്ട് വന്നപ്പോഴാണ് ജാസിക്ക എന്നെ കണ്ടതും പിന്നെ ജാസിക്കൊരു എനിക്ക് വേണ്ട കോഫി എന്നും പറഞ്ഞ് ഒരൊറ്റ പോക്കായിരുന്നു അവിടുന്ന്. ജാസിക്ക ഞാൻ അവിടെ ഉള്ളത് അതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഷാദി അകത്തോട്ട് വന്നപ്പോൾ ഉമ്മ ചോദിച്ചു, നീ അവന് കോഫി കൊണ്ടു കൊടുത്തില്ലായിരുന്നോ? ഞാൻ നേരത്തെ നിന്നോട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞതായിരുന്നില്ലേ? കോഫി ആവശ്യമുള്ളവർ ഇവിടെ വന്ന് കഴിക്കല്ലോ ഉമ്മ, എന്തിനാ റൂമിലോട്ടൊക്കെ കോഫി കൊണ്ടു കൊടുക്കുന്നത്? ഉമ്മ ഷാദിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കി നിന്നു, മറുപടി ഒന്നും പറഞ്ഞില്ല. അതോടെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ജാസിക്ക മനസ്സിൽ സങ്കല്പിച്ച പെണ്ണല്ല ഇവള് എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായപ്പോൾ എല്ലാവരും ഡൈനിങ് ഹാളിൽ എത്തി. ജാസിക്കാനെ മാത്രം കാണുന്നില്ല. പക്ഷെ ഷാദി വന്ന് ഇരുന്നിട്ടുണ്ട്. ഉമ്മ അവളോട് ചോദിച്ചു, മോളെ അവനെവിടെ, എന്താ അവൻ വന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു ഉമ്മ, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനിങ്ങ് പോന്നു, ഇനി ഞാൻ കഴിക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ആരെയും കാത്തു നിൽക്കാനോ ഒന്നിനും നിന്നില്ല. അവൾ വേഗമെടുത്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്നോ ഞാൻ മനസ്സിൽ ചിന്തിച്ചു. ഭക്ഷണം ഏത് ദിവസം ഏത് നേരം ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിക്കുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞു? ഇനി ഞാനിവിടെ ഉള്ളത് കൊണ്ടാവുമോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. ഞാൻ ചിന്തിച്ച അതേ കാര്യം തന്നെ ഉമ്മ ചോദിച്ചു, അതെന്താ അവന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാത്തത്? വേറെ ഏത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അവന് നിർബന്ധമാണല്ലോ, പിന്നെന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നാണെങ്കിൽ കോഫിയും കുടിച്ചിട്ടില്ല, ഇന്നെന്താ അവന് പറ്റിയത്? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അവന്? ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്നും പറഞ്ഞു ഉമ്മ നേരെ ജാസിക്കയുടെ അടുത്തേക്ക് ചെന്നു. ബാക്കി എല്ലാവരും അടുത്തിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ എല്ലാവരും കൂടി ഇരുന്നപ്പോൾ പിന്നെ എനിക്കിരിക്കാൻ അവിടെ സീറ്റുണ്ടായിരുന്നില്ല. ജാബി എന്നോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കുക, ഇക്ക വരുന്നിട്ട് വേണ്ടേ, ഇക്ക വരുമ്പോൾ നമുക്ക് അവിടെ നിന്നൊന്നും ചെയർ കൊടുന്നിടാം, നീ ഇവിടെ ഇരുന്ന് കഴിക്കുമെന്ന് പറഞ്ഞു എന്നെ അവിടെ ഇരുത്തി. പക്ഷേ ഉമ്മ ഇറങ്ങി വന്നപ്പോൾ ഞാനവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഉമ്മക്കതത്ര ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ പുരുഷന്മാരിരുന്നിട്ടാണ് സ്ത്രീകൾ കഴിക്കാറ് എന്നൊരു ഡയലോഗ് എന്നോട് അടിച്ചു. അപ്പോൾ ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാനവൻ നേരെ എഴുന്നേറ്റു. അപ്പോൾ ജാബി ചോദിച്ചു, എന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ പുരുഷന്മാർ മാത്രമല്ലല്ലോ, സ്ത്രീകളും ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഇവൾക്ക് മാത്രം ഒരു വ്യത്യാസം എന്ന് ചോദിച്ചു. അതല്ല, അവർ കഴിക്കൽ തുടങ്ങിയിട്ടില്ലേ,
ജാസി വരുന്നുണ്ട്, അപ്പോൾ അവനക്കിരിക്കാൻ സീറ്റ് വേണ്ടേ എന്നൊരു മറുപടിയും ഉമ്മ പറഞ്ഞു. ജാബി പറഞ്ഞു, ഇക്ക വന്നിട്ട് വേണ്ടേ, അപ്പം നമുക്ക് ചിന്തിക്കാം. ഇക്കയുടെ ഭാര്യ ഇവിടെ കഴിക്കുന്നുണ്ടല്ലോ. ഇത് ഫസ്റ്റ് ദിവസം തന്നെ ഉമ്മ എന്താ രണ്ടുപേരെയും വേർതിരിച്ച് കാണാൻ ശ്രമിക്കുകയാണോ? മൂത്ത മരുമോൾ ശരിയാണ്, ഷാദിത്തെ തന്നെയാണ്, എന്നാൽ ഇവളും ഇവിടുത്തെ മരുമോളാണ്, അതുമ്മ മറക്കരുത്. ഞാൻ പിന്നെ അവിടെ വഴക്കിനൊരു ഇടം കൊടുത്തില്ല. ഞാൻ എനിക്ക് തന്നെ കിട്ടിയ ഭക്ഷണവും കൊണ്ട് നേരെ കിച്ചണിലോട്ട് നടന്നു. മനസ്സിലൊരിത്തിരി സങ്കടം വന്നു, എന്തിനെന്നെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളത്. എന്നാൽ ഈയൊരു സങ്കടം കാണരുതെന്ന് കരുതിയിട്ടാവാം ജാസിക്ക എന്നെ ഒഴിവാക്കിയതെന്ന് മനസ്സിൽ ഞാൻ പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിച്ചു. ജാസിക്കാനോട് എനിക്ക് എത്ര തന്നെ വെറുപ്പുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വെറുക്കാൻ കഴിയുന്നില്ല. ഓരോരോ കാരണങ്ങൾ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചു. ജാസിക്ക എന്നെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്. ഒരിക്കലും ഇക്കെന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താ ഞാൻ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അന്നത്തെ ഒരു വാശിക്ക് ഞാൻ ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തെങ്കിലും ഇപ്പം എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നുക. ഇതിപ്പോൾ ഞാൻ ജാബിയുടെയും ജീവിതം തുലച്ചു. ജാസിക്കും സമാധാനമില്ലാതെ എന്തിനിങ്ങനെ ഒരു തീരുമാനമെടുത്തെന്ന് ഞാൻ സ്വയം ചിന്തിച്ചു. എന്നാലും എന്നെ ചതിച്ചല്ലോ എന്ന് വീണ്ടും ഓർക്കുമ്പോൾ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കും. ഇപ്പോൾ എനിക്ക് രണ്ട് മനസ്സാണ്. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മുറിയിൽ ചെന്ന് ഒരുപാട് നേരമൊന്ന് മനസ്സറിഞ്ഞ് കരഞ്ഞപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നി. വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവർ വിരുന്നിനായിട്ട് പോകാനൊരുങ്ങുകയായിരുന്നു. അവർ വിരുന്നിന് പോകുന്നത് കണ്ട് ഉമ്മ ഒരു കുത്തുവാക്കും, ഇവളുടെ വീട്ടിൽ നിന്ന് വിരുന്നും പോക്കും കാര്യങ്ങളൊന്നും ഇല്ലേ, അവർ വന്ന് ക്ഷണിച്ചു, ഇവക്കതൊന്നുമില്ലേ, അതോ ഇനി അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു കുത്തുവാക്ക്. ജാബി ഉടനെ തന്നെ പ്രതികരിച്ചു, ഇന്നലെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഉമ്മ, ഇവരിന്ന് പോകുന്നുണ്ടെങ്കിൽ അവരല്ലേ മൂത്തത്, അവരെല്ലാം ആദ്യം വിരുന്നിന് പോകേണ്ടത്, അത് കഴിഞ്ഞല്ലേ നമ്മൾ പോവേണ്ടത്. അതുമാത്രമല്ല ഈ വിരുന്നിന് പോക്കൊക്കെ അവരൊറ്റക്കാണോ പോവേണ്ടത്, നമ്മളെല്ലാവരും കൂടെ അല്ലേ ആദ്യത്തെ പോക്ക് പോവുക, ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ജാബി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഉപ്പ വരുന്നത്. ഉപ്പാനെ കണ്ടതും ഞാൻ ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങൾ വീങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ഉപ്പാൻ്റെ നെഞ്ചിൽ കിടന്ന് ഒന്ന് കുറേ നേരം കരഞ്ഞപ്പോൾ സമാധാനമായി. ഉപ്പ ചോദിച്ചു, മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തിനെങ്ങനെ കരയുന്നത്, മോക്ക് എന്ത് പറ്റിയെന്നുള്ളത്. ഞാൻ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാനെ കാണാതെ ഞാൻ എവിടെയും നിന്നിട്ടില്ലല്ലോ, ഒരു ദിവസം ഉപ്പാനെ കാണാതിരുന്നപ്പോഴുള്ള സങ്കടമാണെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിലുള്ള സങ്കടം ഞാൻ ഉപ്പാനെ പുറത്ത് കാണിച്ചില്ല. പക്ഷെ ഉപ്പാക്ക് അറിയാമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇവിടെ എങ്ങനെ ഈ വിവാഹം നടന്നു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പണ്ടേ മുതലേ അങ്ങനെയാണ്. എനിക്കെന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപ്പാൻ്റെ അടുത്ത് മറച്ചു വെക്കാൻ എന്നെക്കൊണ്ട് കഴിയുമായിരുന്നില്ല. എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഉപ്പാൻ്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞാണ് തീർക്കാറ്. ഇന്ന് ഉപ്പാനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് കിട്ടിയത്. ഉപ്പാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് കിട്ടിയ സമാധാനം ചില്ലറയൊന്നുമല്ല. ഉപ്പ വന്നത് ഞങ്ങളെ വിരുന്നിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ മാത്രമല്ല വീട്ടുകാരെ ഒന്നടങ്കം വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ വന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ആ ഉപ്പ അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്നെയും കൂട്ടി ഇറങ്ങി. എൻ്റെ അടുത്ത് ചോദിച്ചു, മോക്ക് ഇവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല ഉപ്പ, ജാസിക്കാനെ കാണുമ്പോഴുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സങ്കടവും എനിക്കിവിടെ ഇല്ല. എനിക്കിവിടെ പരമസുഖമാണ്. ജാസിക്കാൻ്റെ ഉള്ള സങ്കടം അത് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഉപ്പ, അതെൻ്റെ പ്രതികാരമല്ലോ. മോളെ, പ്രതികാരം വീട്ടാനുള്ളതല്ല ജീവിതം. മോൾ അവൻ മറക്കണം. അവൻ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, ആ കാലം നീ മറക്കണം. ഇനി നീ ജാബിയുടെ ഭാര്യയാണ്, അവരെ നീ സ്നേഹിക്കണം. ഈ വിവാഹം ഞാൻ നടത്തിത്തരാൻ കാരണം മോളുടെ സങ്കടം കണ്ടിട്ടാണ്. വേറെ വിവാഹത്തിന് മോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ജാസിനേക്കാൾ എത്രയോ നല്ല ആളാണ് ജാബി എന്നറിഞ്ഞു. മൂക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് ജാബിയുമായിട്ടുള്ള ബന്ധമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വിവാഹം ഞാൻ നടത്തി തന്നത്. മോൾ ഉപ്പാനെ സങ്കടപ്പെടുത്തരുത്. ജാബിനെ നീ പൊന്നുപോലെ സ്നേഹിക്കണം. നീ ജാസിയെ പാടെ മറക്കണം. ജാബി മാത്രമേ ഇനി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. നീ സ്നേഹിക്കണം. നീ മോള് വിഷമിക്കരുത്. മോള് വിഷമിക്കാനല്ല ഈ വിവാഹം ഉപ്പ നടത്തി തന്നത്. ഒരിക്കലും മോള് കരയരുത്. മോളെപ്പോഴും സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കണം. ഉപ്പ എൻ്റെ കരങ്ങൾ പിടിച്ച് ഒരു ചുംബനം തന്ന് ഉപ്പ അങ്ങ് പോയി. ഉപ്പ പോയപ്പോൾ എന്തോ മനസ്സിലൊരു വിങ്ങൽ തോന്നി. എന്നാലും ഉപ്പാൻ്റെ വാക്കെനിക്ക് തള്ളിക്കളയാൻ തോന്നിയില്ല. ജാബിയെ സ്നേഹിക്കണമെന്നുള്ളത് ഞാൻ തീരുമാനമെടുത്തു. പക്ഷേ എങ്ങനെ? ഒരു പെണ്ണിന് ഒരു സമയത്ത് രണ്ട് പുരുഷന്മാർക്ക് മനസ്സ് കൊടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സ് ഞാൻ ജാസിക്കാക്ക് കൊടുത്തതല്ലേ. ആ മനസ്സിനെ ഇനി എങ്ങനെ ഞാൻ തിരിച്ചെടുക്കും? എത്ര തന്നെ ശ്രമിച്ചിട്ടും വെറുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഇനി വെറുത്തേ പറ്റൂ.
ജാബിയെ എനിക്ക് സ്നേഹിച്ചേ പറ്റൂ. ജാബിയെ സ്നേഹിക്കണം. എത്രയൊക്കെ എന്തെല്ലാം തർക്കങ്ങളാണ് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ ദിവസം ജാബി ചെയ്തത്. ഇപ്പോൾ ഉമ്മാനോട് വഴക്ക്, രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്ക് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കുന്നത്. ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത്. കയറി ചെന്നപ്പോഴും ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി വാദിക്കുന്ന ജാബിയാണ്. ഇപ്പോൾ കണ്ടില്ല ഉമ്മ, അവളുപ്പ നമ്മളെല്ലാവരും കൂടെയാണ് വിളിച്ചത്. പണക്കാരിയായ മരുമകളോ അവരൊറ്റക്കാണ് പോയത്. ഇതാണ് ഞാൻ ഉമ്മ പറഞ്ഞത്, അവർക്ക് ബന്ധങ്ങൾക്ക് വിലയില്ല, ഇവർക്ക് അതുണ്ട്. അത് ഉമ്മ മനസ്സിലാക്കണം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉമ്മക്ക് ഇവരിൽ നിന്നും മനസ്സിലാക്കാനുണ്ട്. ജാബി ഉമ്മാൻ്റെ മുന്നിൽ നിന്നും എൻ്റെ തോളത്ത് കൈയിട്ട് എന്നെയും കൊണ്ട് അകത്തേക്ക് നടന്നു. എനിക്ക് ജാബി തൊട്ടപ്പോൾ എന്തോ ഒരു നീരസം തോന്നി. പക്ഷേ ഉമ്മ അവിടെ ഉള്ളത് കാരണം ഞാനത് മുഖത്ത് പ്രകടിപ്പിച്ചില്ല. ഞാൻ നേരെ ഉള്ളിലേക്ക് ചെന്ന ഉടനെ തന്നെ ജാബിയോട് പറഞ്ഞു, കൈ മാറ്റെന്ന് പറഞ്ഞു. ജാബിക്കത് വിഷമമായി എന്ന് എനിക്കറിയാം. ജാബി പറഞ്ഞു, സോറി, ഞാൻ അവരുടെ മുന്നിൽ നമ്മൾ തമ്മിലുള്ളത് നമ്മളറിഞ്ഞാൽ മതിയല്ലോ. അവരുടെ മുന്നിൽ നമ്മൾ നല്ല സ്നേഹിക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, ജാസി അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ കാണണം. അവൻ്റെ നെഞ്ച് പൊള്ളിക്കാൻ ഇതൊക്കെ മാർഗമുള്ളൂ. നിൻ്റെ ഈ വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ അവൻ്റെ നെഞ്ച് പൊള്ളിക്കുക എന്നുള്ളതല്ലേ. ഞാൻ ആ വാക്കുകൾ കേട്ടു നിൽക്കില്ലാതെ അതിനെനിക്ക് മറുപടി കൊടുക്കാൻ നിന്നില്ല. കാരണം ജാബിക്കത് സങ്കടമുണ്ട്. എത്ര തന്നെ പറഞ്ഞാലും ജാബിയുടെ ജ്യേഷ്ഠനല്ലേ. അപ്പോൾ ഒരു പെണ്ണ് പ്രതികാരം വീട്ടുക എന്ന് പറയുന്നത് ജാബിക്ക് അത്ര ഇഷ്ടപ്പെടൂ. പിന്നെ എന്നെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ നടക്കുന്നതെല്ലാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ജാബിയെ സ്നേഹിക്കണം. ഇനി അങ്ങോട്ട് ഉള്ള നാളുകൾ ജാബിക്ക് വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് തന്നെ ഞങ്ങളുടെ മുറിയിലോട്ട് നടന്നു. തുടരും. അപ്പോൾ ഇന്നത്തെ പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത്ര ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഐ എം സോറി. കാരണം ഇന്നത്തെ റെക്കോർഡിങ്ങിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി തിരക്കിലാണ്. പിന്നെ നിങ്ങൾ വെയിറ്റിങ്ങിലായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. പോളെന്നൊരു ഓപ്ഷൻ കാണും, അതും കൂടെ പ്രസ് ചെയ്യുക. ഈ കഥയുടെ മുമ്പിലെ ഭാഗങ്ങൾ കേൾക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, മുഴുവൻ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും മിസ് എൽസ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.